ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടാനും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനും ഭരണത്തിലേറാനും ഭരണം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഒരു മെത്തേഡിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇതൊരു ബിസിനസ് ആവശ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ സയ്യിദ് ബിസിനസ് ടെക്നോളജി എന്ന വെബ് സീരീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മളാരും അധികം പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കൊന്നുമല്ല, പക്ഷേ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത്. സാധാരണ ഈ ഹാക്കേഴ്സ് അവർ ടാർഗറ്റ് ചെയ്തുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിന്റെ അല്ലെങ്കിൽ ഇമെയിൽ പോലെ ഒരു ഓൺലൈൻ അക്കൗണ്ടിന്റെ ഡാറ്റ അല്ലെങ്കിൽ പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൈക്കോളജിക്കൽ എലമെന്റുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അയാളെ കൊണ്ട് തന്നെ ആ പാസ്വേഡിന് അല്ലെങ്കിൽ ആ ഡാറ്റനെ വാങ്ങിപ്പിക്കുന്ന ഒരു രീതിയാണ് ഹാക്കിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ ഉപയോഗിക്കുന്നത്. എന്തായാലും ഞാനിവിടെ ഉദ്ദേശിച്ചത് ഹാക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല, സോഷ്യൽ സയൻസ് ആയിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദുരുപയോഗപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ജനങ്ങളുടെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിനെയാണ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഗവൺമെന്റുകളൊക്കെ ജനങ്ങളുടെ അതല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വലിയൊരു പ്രശ്നത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നല്ല പ്ലാനുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് വലിയ പുരോഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതും ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ സാധാരണ ഓരോ പൗരനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്താനോ അവരെ സഹകരണം നേടിയെടുക്കാനോ കഴിഞ്ഞോളുന്നില്ല. അതിന് പകരം അവർ സാധാരണ ഉപയോഗിക്കുന്ന പത്രമാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ചില പ്രസ്താവനകളോ ന്യൂസുകളോ അനൗൺസ്മെന്റുകളൊക്കെ ഇറക്കിയിട്ട് ജനങ്ങളുടെ മനസ്സിനെ കംപ്ലീറ്റ് നിയന്ത്രിച്ച് എല്ലാവരും ഒരേപോലെ അവരുടെ എല്ലാ സഹകരണത്തിനും ഒരേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഭരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും എതിർ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഇവരുടെ തെറ്റുകളല്ലെന്നും അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്നും പറഞ്ഞ് ന്യായീകരിക്കുകയും എതിർ പാർട്ടികൾ ചെയ്തിട്ടുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഞങ്ങളാണ് നല്ലത്, ഞങ്ങൾ ഭരിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടായിരിക്കുള്ളൂ, നല്ല പുരോഗതി ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജനങ്ങളെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ലോകം കണ്ട ഏറ്റവും ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയായിരുന്ന ജർമ്മനിയിൽ സ്വച്ഛാധിപത്യ ഭരണം നടത്തിയിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം ജനങ്ങളെ പിടിച്ചിരുത്തുന്ന വലിയ പ്രസംഗത്തിലൂടെ ഭരണം നടത്തിയിരുന്നതും ഇതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡ് ഉപയോഗിച്ചായിരുന്നു. എന്തായാലും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി ഇനി ബിസിനസ്സിനകത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ നോക്കാം. ബിസിനസ്സിനകത്ത് സാധാരണ കാണുന്നത് രണ്ട് തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്നായിട്ട് പരിചിതമായിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി നല്ല കൺവീനിയൻസ് ആയിട്ടുള്ള നല്ല പ്രൈസിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആഫ്റ്റർ സപ്പോർട്ടുള്ള നല്ല പാക്കിങ്ങിലോട് കൂടിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ് നല്ല സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനങ്ങൾ ഒരാളുടെ മാത്രമല്ല ഒരുപാട് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച് നമ്മളാണ് ലീഡർ, നമ്മുടെ ബ്രാൻഡാണ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് എന്നുള്ള ജനങ്ങളെ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രീതി ഒരു ടൈപ്പിലുള്ള ഇൻഫ്ലുവൻസൽ മെത്തേഡാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡായിട്ട് ബിസിനസ്സിനകത്ത് ഉപയോഗിക്കുന്ന ഒരു രീതി. ഇനി ബിസിനസ്സിന്റെ മറ്റൊരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റോ സർവീസോ പുതിയൊരു ഇന്നോവേഷനാണ്, പുതിയൊരു ആശയത്തിൽ നിന്ന് ഉൽപ്പാദിച്ചുള്ള പുതിയൊരു പ്രോഡക്റ്റാണ്, ഇതുവരെ ആരും ഉപയോഗിക്കാത്ത പകരം വെക്കാനില്ലാത്ത മറ്റൊരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ജനങ്ങളിത് വാങ്ങാനൊന്ന് പേടിക്കും. കാരണം ഈ ഒരു സൊല്യൂഷൻ എനിക്ക് ആവശ്യമുണ്ടോ, ഇത് എനിക്ക് എത്രത്തോളം ഉപയോഗപ്പെടും, ഈ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും, അത് നാം വാങ്ങി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റുകളുണ്ടോ, അതിങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റോ ഈ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ബ്രാൻഡോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു സാധനം ഏറ്റവും വില കുറച്ചിട്ട് ആവശ്യമില്ലാതെ കിടക്കുന്ന സാധനമായിരുന്നു, അതിനെന്തിനാണ് ഇവരിങ്ങനെ ബ്രാൻഡ് ചെയ്ത് വലിയൊരു വിലക്ക് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ പല രീതിയിലും ജനങ്ങൾ പേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തരത്തിലുള്ള സാഹചര്യം. അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാം, പക്ഷേ ജനങ്ങൾ അതിനെപ്പറ്റി കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സർവീസ് അതിൻ്റെ സൊല്യൂഷനെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇതേ ഇൻഫ്ലുവൻസർ മെത്തേഡ് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഇതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഞാൻ മുമ്പ് വാട്സപ്പിനകത്ത് ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊരു ഓൺട്രപ്രനറും ഇരുത്തി ചിന്തിക്കുന്ന സ്റ്റോറി. ആരോ ഷെയർ ചെയ്താണ്, ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. സ്റ്റോറി ഇങ്ങനെയായിരുന്നു: ഏതൊരു ബിസിനസ്സുകാരൻ പരിചയമില്ലാത്ത ഏതൊരു നാട്ടിൽ വരുന്നു, ആ നാട്ടിൽ വന്ന് അയാളൊരു കുരങ്ങ് കച്ചവടക്കാരനായി മാറുന്നു. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പക്ഷേ ആ നാട്ടിൽ കുരങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാക്കയും പൂച്ചൊക്കെ വെറുതെ തൊടിയിലൂടെ ഓടി നടക്കുന്ന പോലെ തന്നെ ആ നാട്ടിൽ കുരങ്ങിന് ഇഷ്ടം പോലെ കിട്ടാണ്ട് ഒരു പൈസയും കൊടുക്കാണ്ട് വെറുതെ ഓടി നടക്കുന്ന കുരങ്ങന്മാരാണ്. ഇയാൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കുരങ്ങിനെ പിടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 500 രൂപ കൊടുക്കും. എന്ന് വെച്ചാൽ വെറുതെ നടക്കുന്ന കുരങ്ങിന് അയാൾ വില ഇട്ടു 500 രൂപ. ആളുകളൊക്കെ ആകെ ഇയാളെ ഭ്രാന്തനെന്ന് വിളിച്ചു. കാരണം ഒരു വിലയില്ലാത്ത സാധനത്തിന് എന്തിനാ പൈസ കൊടുക്കേണ്ട ആവശ്യം, വെറുതെ കിട്ടൂലേ. പക്ഷേ ഇയാൾ മൈൻഡ് ചെയ്തില്ല. ഇയാൾ വീണ്ടും ഏത് പിടിച്ചോടുന്ന എല്ലാവർക്കും 500 രൂപ വെച്ച് കൊടുക്കാൻ തുടങ്ങി. ആളുകൾ എന്താ ചോദിച്ചാൽ ആദ്യം ഭ്രാന്തനൊക്കെ വിളിച്ചെങ്കിലും പിന്നീട് പതുക്കെ ആളുകൾ പൈസൻ്റെ ആവശ്യമാണല്ലോ, എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. ആളുകൾ പിടിച്ചിട്ട് ഒരു ഭാഗത്ത് നിന്ന് കുരങ്ങനെ പിടിക്കുന്നു, ഇയാൾക്ക് കൊണ്ട് കൊടുക്കുന്നു, 500 രൂപ കൊടുക്കുന്നു. അങ്ങനെ നാട്ടിൽ പതുക്കെ കുരങ്ങൻ്റെ എണ്ണം കുറഞ്ഞു. മാത്രമല്ല കുരങ്ങൻ്റെ മാർക്കറ്റ് റേറ്റ് കൂട്ടി. ഇയാൾ 500 എന്നുള്ളത് പിന്നെ 600 700 ഓരോ ദിവസം കഴിയുന്തോറും കുരങ്ങൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാകെ അന്തം വിട്ടും.
കുരങ്ങനെ ഇപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2000-3000 വലിയ എമൗണ്ടൊക്കെ കൂടുന്ന സമയത്ത് വിൽക്കാം. സ്വർണ്ണൊക്കെ ഇപ്പോൾ വാങ്ങി വെക്കണ പോലെ തന്നെ. എന്തായാലും ആളുകൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വെറുതെ നടക്കുന്ന ഒരുപാട് കുരങ്ങാന്മാരെ പിടിച്ചിട്ട് അവർ ഇയാൾക്ക് കൊടുത്തില്ല, പകരം വീട്ടിൽ തന്നെ ഒരു കൂട്ടിലാക്കി എടുത്ത് വെച്ചു. നമ്മൾ നിന്ന് ആടിനെ പശുവിനൊക്കെ വെക്കണ പോലെ തന്നെ. പക്ഷേ കുരങ്ങൻ്റെ മാർക്കറ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ ഇയാളൊരു ഭാഗത്ത് നിന്ന് 500 രൂപക്കും 600 രൂപക്കൊക്കെ ചെറിയ വിലക്ക് വാങ്ങിയിരുന്ന കുരങ്ങനൊക്കെ പിടിച്ചിട്ട് ഇയാൾ 1000-1500 വലിയ എമൗണ്ടൊക്കെ മാർജിൻ വരുന്ന സമയത്ത് ഇയാൾ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. കാരണം അത് വാങ്ങാനും നാട്ടിൽ ആളായി ഇന്ന്. കാരണം ആ സാധനം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ വിലക്ക് പിന്നീട് കൊടുക്കാന്നുള്ള ധാരണയോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ 500 രൂപ മുമ്പ് വാല്യൂ ഉണ്ടായിരുന്നതിന് അല്ലെങ്കിൽ വെറുതെ നടന്നിരുന്ന കുരങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇന്ന് 1000-1500 രൂപക്ക് വാങ്ങാൻ വരെ നാട്ടിൽ ആളായി. പതുക്കെ ഇയാൾ കയ്യിലുണ്ടായിരുന്ന എല്ലാ കുരങ്ങിനും വിറ്റ് ഒഴിവാക്കിയിട്ട് ഇയാൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി. ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ സ്റ്റോറിയുള്ള ബിസിനസ്സുകാരൻ ചെയ്ത ആ നാട്ടിൽ ഒരു വിലയില്ലാത്ത, ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാന്ന് തോന്നിയ സാധനത്തിന് ഒരു പ്രത്യേക വിലയിട്ട് അതിനൊരു വില ഉണ്ടെന്ന് കാണിച്ചു. അതിൻ്റെ വില പതുക്കെ പതുക്കെ കൂടുന്നുള്ളതൊന്നും ജനങ്ങളെ ധരിപ്പിച്ചുകൊണ്ട്, ഒരു ജനങ്ങളെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടുള്ള ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്തത്. അതൊരു മൗത്ത് പബ്ലിസിറ്റി വഴിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ഇതൊരു സ്റ്റോറി മാത്രമാണ് അയാൾ ചെയ്തത്, നല്ലൊരു മെത്തേഡല്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും, ആണെന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും. എന്നിരുന്നാലും അതൊരു സ്റ്റോറി മാത്രമാണ്, നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്തായാലും ആ ബിസിനസ്സുകാരൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അതിൻ്റെ പെർഫെക്ഷനോ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ നല്ലൊരു സൊല്യൂഷനോ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ചെയ്താൽ അത് നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരുപാട് നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ 2 രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉണ്ടാവാം. ഏത് രീതിയിലുള്ള സാഹചര്യമാണ് നിങ്ങളുടെ ബിസിനസ്സിനുള്ളത് ആ രീതിയിലുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള നല്ലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക. മുമ്പൊക്കെ ഇതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പത്രമാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നു, പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നു, അതല്ലെങ്കിൽ സെലിബ്രിറ്റീസിനൊക്കെ വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളും സ്പീച്ചുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൂള് സോഷ്യൽ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും യൂട്യൂബ് പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെയാണ്. അവിടെയും ഇന്ന് നമുക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരൊക്കെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതായത് ജനങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും അവരെ സ്വാധീനിച്ച് ഈ ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സാധനങ്ങളാണ് പെർഫെക്റ്റ് എന്നുള്ള മനസ്സിനെ സ്വാധീനിപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്. ആ ഇൻഫ്ലുവൻസേഴ്സിനെയും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതുപോലെ ഇൻഫ്ലുവൻസിങ് ഏരിയ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ബിസിനസ് നിങ്ങൾക്ക് അതിനകത്ത് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും. കുറച്ചുകൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഏതും ആവട്ടെ, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉണ്ടായിരിക്കണം. അക്കൗണ്ടുകൾ മാത്രം ഉണ്ടായാൽ മാത്രമേ കാര്യമില്ല കേട്ടോ. ഭൂരിഭാഗം ആളുകൾക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്, OTT പ്ലാറ്റ്ഫോമുകളിൽ. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കണില്ല. അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തിന് ലിങ്ക് എടുത്തിട്ട് വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ലിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആക്റ്റീവായിട്ട് ഉപയോഗിക്കണില്ല. അതുവഴി പുതിയ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനും പലരും ശ്രമിക്കണില്ല എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചാനലും പേജുകളൊക്കെ തുടങ്ങിയിട്ട് അതിനകത്തൂടെ സ്ഥിരമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ജനങ്ങൾക്ക് കൊടുക്കുക. അതുവഴി ഒരുപാട് നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ വലിയൊരു ഇൻഫ്ലുവൻസറായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ലൈക്കും ഫോളോവേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിനെ ബോധ്യപ്പെട്ട് അത് പെർഫെക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള വലിയൊരു നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ വലുതാക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.